ഹായ് ഗൈസ്, ഞാൻ യാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലു ക്രിയേറ്റർ. അപ്പോൾ ഇനി മുതൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലമർത്തൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് എല്ലാവരെയും മുഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇനി മുതൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. യൂട്യൂബിൻ്റെ ഒരു കിഡിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കൂടെ എക്സ്ട്രാ കുറച്ച് അപ്ഡേറ്റുകളും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യമായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ വീഡിയോ എൻഡിങ്ങിലും അല്ലെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ഇത് ആളുകൾക്ക് ഒരുപാട് മുഷിപ്പ് വരാറുണ്ട് എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടാണ് യൂട്യൂബിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ ബോക്സ് തരും. ആ ഒരു ബോക്സിൽ നമുക്ക് ഒരാളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേർഡ്സുകൾ നമുക്ക് എഴുതാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബഡ് അല്ലാത്ത ആളുകൾക്ക് മാത്രമായിട്ട് ഈ ഒരു മെസ്സേജ് നമ്മുടെ ലോ തേർഡിലോ പോപ്പപ്പ് ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇത് ഏകദേശം 3 പ്രാവശ്യമാണ് കാണിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഫസ്റ്റിലും, അതുപോലെ മിഡിലും, പിന്നെ ലാസ്റ്റിലും. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് 3 പ്രാവശ്യമായിട്ട് ഇത് കാണിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ വീഡിയോയിലെ ലാഗ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. റിപ്പീറ്റേഷൻ ആയിട്ടുള്ള വേർഡ്സുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു അപ്ഡേറ്റ് ഏകദേശം 1% ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ യൂട്യൂബ് ബീറ്റ ടെസ്റ്റിങ്ങിന് വേണ്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഏകദേശം പെർഫെക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിക്ക് ബൈറ്റ് ആയിട്ട് തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു മുട്ടൻ പണിയാണ്. സാധാരണ നമുക്കൊരു ക്ലിക്ക് ബൈറ്റ് ആയാലും നമുക്കതിൻ്റെ എമൗണ്ടും ഇംപ്രഷൻസും ഒക്കെ കൂടുതലായിരുന്നു. പക്ഷേ ഇനി മുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ CTR കൂടുതലാണ് എന്നുണ്ടെങ്കിലും, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ വാച്ച് ടൈം അല്ലെങ്കിൽ വാച്ച് ഡ്യൂറേഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോയുടെ ഇംപ്രഷൻ യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള തംബ്നെയിലുകൾ മാക്സിമം ഒഴിവാക്കാനും അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള തംബ്നെയിലുകൾ ഒഴിവാക്കാനും നല്ല നമ്മുടെ വീഡിയോസിന് എന്താണ് അനുയോജ്യമായിട്ടുള്ള തംബ്നെയിൽ നമുക്ക് കൊടുത്ത് നമുക്ക് പ്രോപ്പർ CTR ആണ്, അതുപോലെ തന്നെ പ്രോപ്പർ വാച്ച് ടൈം ആണ് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആ വീഡിയോസിനെ ഉയർത്തുകയും ചെയ്യും. ഇത് നല്ലൊരു കിഡിലൻ അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂന്നാമതായിട്ടുള്ള കമൻറ്റ് സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ എങ്ങനെയാണ് ഈ ഒരു അപ്ഡേറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു പുതിയ ഒരു ടാബ് കൂടി വരും, ലേൺ മോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ പിറകിൽ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും താഴെ ഒരാൾ ഒരു കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ന്യൂ മോർ അല്ലെങ്കിൽ ലേൺ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പുതിയ വിൻഡോയിലോട്ട് പോവുകയും അദ്ദേഹം പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള 90 ഡേയ്സ് ആയിട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകളൊക്കെ അവിടെ ഡിസ്പ്ലേ ആകുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റും എങ്ങനെയാണ് ഇദ്ദേഹം കമൻറ്റ് ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ്, ഒരു യൂട്യൂബറിനും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നാലാമതായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കാണ്. സാധാരണയായിട്ട് നമുക്കൊരു സ്ട്രൈക്കോ അല്ലെങ്കിൽ 2 സ്ട്രൈക്കോ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നേരെ വ്യൂ മോഡിലോട്ട് പോകും. വ്യൂ മോഡിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് 7 ദിവസം ഒരു സ്ട്രൈക്കാണ് എന്നുണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ സ്ട്രൈക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വാണിംഗ് ആയിട്ട് കിട്ടും. ലൈഫ് ടൈമിൽ ചാനലിന് ഒറ്റ പ്രാവശ്യം അങ്ങനെ വാണിംഗ് കിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ സ്ട്രൈക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ സിംഗിൾ സ്ട്രൈക്കായിട്ട് വരുന്ന സമയത്ത് അത് നേരെ നമുക്ക് നമ്മുടെ ചാനൽ വ്യൂ മോഡിലോട്ട് പോകും. വ്യൂ മോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പം മുതൽ പിന്നെ നമ്മുടെ ചാനൽ നമുക്ക് പുതിയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ 2 എണ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 14 ദിവസത്തേക്കും, 3 എണ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒരേ അടിയായിട്ട് പൂട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ ചെറിയ കമ്മ്യൂണിറ്റി സ്ട്രൈക്കൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇതില്ലായിരുന്നു. നമുക്ക് പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ പ്ലേലിസ്റ്റിലോട്ട് വീഡിയോസൊക്കെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് പുതിയ ഫീച്ചർ. അപ്പോൾ യൂട്യൂബിൻ്റെ കിഡിലൻ ഫീച്ചേഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിഡിലൻ വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.